ഗുരുവായൂർ നഗരസഭ പട്ടികജാതി വിഭാഗത്തിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കുമായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ സമർപ്പണം മന്ത്രി ഒ.ആർ. കേളു ആഗസ്റ്റ് 8 നിർവഹിക്കുമെന്ന് ചെയർപേഴ്സൺ എം. കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണമാണ്. EMS ഫ്ളാറ്റ് സമുച്ചയം കാവീട് അതിന്റെ മുകളിലായി ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 3 ഫ്ളാറ്റുകളാണ് ഭൂരഹിതരായ ഭവനരഹിതരായ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി നാളെ സമർപ്പണം നടത്തും. 50 ലക്ഷം രൂപ ചെലവിലാണ് കാവീടുള്ള EMS ഭവന സമുച്ചയത്തിൽ 3 ഫ്ളാറ്റുകൾ പണിതീർത്തത്. ഇതോടെ SC അതിദരിദ്ര വിഭാഗത്തിൽ എല്ലാവർക്കും വീടുകളാണെന്ന് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയും കുടുംബശ്രീ മിഷനും സംയുക്തമായി പ്രാദേശിക തൊഴിൽ മേളയുടെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ ആഗസ്റ്റ് 9 ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മണി മുതൽ നടക്കുമെന്നും ആഗസ്റ്റ് 17 ചിങ്ങം 1 നഗരസഭയും ഗുരുവായൂർ, തൈക്കാട്, പൂക്കോട് കൃഷിഭവനുകളും സംയുക്തമായി കർഷകരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആദരവ് നൽകുവാൻ തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 27 കർഷകരെയും ഒപ്പം നഗരസഭയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച് നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മികച്ച പത്രമാധ്യമ പ്രവർത്തനത്തിനുള്ള മാധ്യമ പുരസ്കാരവും ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നൽകും. എല്ലാ വർഷത്തെ പോലെയും മികച്ച കർഷകരെ ആദരിക്കുകയും കർഷക സമ്മേളനവും എല്ലാം വിപുലമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയുടെ കീഴിലുള്ള പൂക്കോട്, തൈക്കാട്, ഗുരുവായൂർ കൃഷിഭവനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ കർഷക ദിനാചരണം നടത്തണമെന്ന നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച കർഷകർക്കുള്ള ആദരവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, പൂക്കോട് കൃഷി ഓഫീസർ P റിജിത്ത്, തൈക്കാട് കൃഷി ഓഫീസർ VC റെജീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.